പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോഹണം. ദൈവജനനിയായ പരിശുദ്ധ കന്യക അവളുടെ ഭൗതിക ജീവിത പരിസമാപ്തിയിൽ ആത്മശരീര സമന്വിതയായി സ്വർഗത്തിലേക്ക് ആരോപിതയായി എന്നുള്ള വിശ്വാസം ശ്ലൈഹിക കാലം മുതൽ തന്നെ തിരുസഭയിൽ നിലനിന്നിരുന്നു. അനുകരണ ഗ്രന്ഥങ്ങളിൽ പ്രസ്തുത രംഗങ്ങൾ സജീവമായും ഭാവനാകൽപിതങ്ങളായ സവിശേഷതകളോടുകൂടി സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രശ്നമായ വാക്കുകളിൽ പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോഹണം നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും പരോക്ഷമായ പല വസ്തുതകളുണ്ട്. പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം തന്നെ സ്വർഗാരോഹണത്തിന് ഏറ്റവും വലിയ തെളിവാണ്. പിതാവായ ദൈവത്തിന്റെ ഓമൽ കുമാരിയും പുത്രനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയും അമലമണി മകുടമായ പരിശുദ്ധ കന്യകയുടെ ശരീരം മറ്റു മനുഷ്യ ശരീരം പോലെ മണ്ണോട് മണ്ണിടിഞ്ഞ് കൃമികൾക്ക് ആഹാരമായി തീരുക ദൈവമഹത്വത്തിന് ചേർന്നതല്ല. പരിശുദ്ധ കന്യക അവളുടെ അമലോത്ഭവം നിമിത്തം മരണ നിയമത്തിന് പോലും വിധേയയല്ല. അതിനാൽ തീർച്ചയായും അവളുടെ പുത്രനും ലോകപരിത്രാതാവുമായ ഈശോ മിശിഹ പുനരുത്ഥാനം ചെയ്തതുപോലെ മേരിയും മരണശേഷം പുനരുത്ഥാനം ചെയ്തു സ്വപുത്രനോട് കൂടി സ്വർഗീയ മഹത്വം അനുഭവിക്കുക തികച്ചും സമുചിതമാണ്. അവൾ പരിത്രാണത്തിന്റെ പ്രഥമ ഫലവും പരിപൂർണ മാതൃകയുമാണ്. ഈശോ മിശിഹായുടെ പുനരുത്ഥാനം കൊണ്ട് മാത്രം നമ്മുടെ പുനരുത്ഥാനത്തിനുള്ള പ്രത്യാശ പൂർണ്ണമായിരിക്കുകയില്ല. മറിച്ച് പരിശുദ്ധ കന്യകയുടെ പുനരുത്ഥാനവും നമുക്ക് ഒരിക്കൽ ലഭിക്കാനുള്ള പുനരുത്ഥാനത്തിന് കൂടുതൽ ഉറപ്പു നൽകുന്നു. പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോഹണം നമ്മുടെ ഓരോരുത്തരുടെയും സ്വർഗാരോഹണത്തിന്റെ മാതൃകയും പ്രതീകവുമാണ്. കന്യകയുടെ മരണത്തിന് ശേഷം 3-ാം ദിവസം അവൾ സ്വർഗീയ പരിവാര സമേതം സ്വർഗീയ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകപ്പെട്ടു. ഈശോ മിശിഹായും സകല സ്വർഗവാസികളും പരിശുദ്ധ കന്യകയെ സ്വീകരിച്ച് സ്വർഗഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ നാഥ അനുഭവിച്ച പരമാനന്ദം വർണ്ണാതീതമാണ്. മാതാവിന്റെ സ്വർഗാരോഹണവും ആധുനിക ലോകത്തിന് ഏറ്റവും വലിയ പ്രത്യാശ നൽകുന്നു. മനുഷ്യമഹത്വം പദാർത്ഥത്തിന്റെ മേന്മയിലല്ല, പ്രത്യുത അരൂപിയും പദാർത്ഥവും തമ്മിൽ സമഞ്ജസമായി സമ്മേളിക്കുന്നതിലാണ്. ഇന്നത്തെ ഭൗതികവാദത്തിനെതിരായുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോഹണം. ഇന്നത്തെ ഭൗതികവാദികളോട് തിരുസഭ ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു: നിങ്ങൾ സ്വർഗത്തിലേക്ക് ആത്മീയ ദൃഷ്ടികൾ ഉയർത്തുവിൻ. അവിടെ മഹത്വപൂർണമായ 2 ശരീരങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത്തേത് ലോകപരിത്രാതാവായ ക്രിസ്തുനാഥന്റേതാണ്. മറ്റൊന്ന് അതുല മനോഹരിയായ മറിയത്തിൻ്റെത്. മാതാവിന്റെ പദാർത്ഥ ലോകത്തിൽ നിന്നുള്ള വിമോചന ദിനമാണ് നമ്മുടെ മാതൃഭൂമി നൂറ്റാണ്ടുകളായി നീണ്ടുനിന്ന പാരതന്ത്രത്തിൽ നിന്ന് രാഷ്ട്രീയമായി സ്വാതന്ത്ര്യം പ്രാപിച്ചത്. ദൈവപരിപാലനയുടെ നിഗൂഢ രഹസ്യങ്ങൾ അത് ഉൾക്കൊള്ളുന്നു. നമ്മുടെ മാതൃഭൂമിയുടെ ആധ്യാത്മികമായ വിമോചനം സ്വർഗാരോപിതയായ നാഥ വഴി വേണമെന്നുള്ളതാണ്. വിമലാംബിക ഭാരത റാണിയുമാണല്ലോ.